ചേച്ചി, ചേച്ചിയുടെ കയ്യിലെന്താ? കയ്യിലോ? ജിതിനേട്ടാ. എടാ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എവിടെയാ ഉള്ളത്? ഡിസ്ചാർജായി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഉള്ളത്. തനിച്ചിനി വീട്ടിൽ വെക്കാൻ ധൈര്യമില്ല. ഇവിടെ അടുത്തെല്ലാം വേറെ വീട് നോക്കുന്നുണ്ട്. ആ, അതെന്തായാലും നന്നായി. എന്താ ശരിക്കും സംഭവിച്ചത്? അത് നീ ടെൻഷൻ അടിക്കണ്ട, രേവതിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതല്ലടി, എനിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നീ കഴിഞ്ഞ ഒന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. എന്തായാലും എല്ലാം കഴിഞ്ഞല്ലോ, നീ അതോർത്ത് സമാധാനിക്കും. ഇല്ലടി, ഒന്നും അവസാനിച്ചിട്ടില്ല. എന്തോ ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ എന്ത് വട്ടാ പറയുന്നേ? ജെയിംസ് സാർ പറഞ്ഞില്ലേ ആത്മാവിനെ ഒഴിപ്പിച്ചു കഴിഞ്ഞ കയ്യിൽ 6 എന്ന സംഖ്യ പച്ചകുത്തിട്ടുണ്ടാവും എന്നൊക്കെ. അതെ, രേവതിന്റെ കയ്യിൽ അങ്ങനെ ഏതാണ്ട് കണ്ടു എന്നല്ലേ നീ പറഞ്ഞത്. ആ സ്ഥിതിക്ക് എന്തായാലും അത് ഒഴിപ്പിച്ചിട്ടുണ്ടാവും. മേ ബി അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടായിരിക്കും രേവതിക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ എല്ലാ പ്രശ്നവും തീർന്നില്ലേ? അതുപോലെ എന്നാലും ആലോചിച്ചിട്ട് എനിക്കൊരു കാര്യത്തിലും ഉറപ്പ് വരുത്താൻ പറ്റുന്നില്ല. എന്ത് കാര്യത്തില്? ചേച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജീവൻ ബലി കൊടുത്തത് നാദിയ തന്നെയാണോന്ന്. അതെന്താ നിനക്കിപ്പോ അങ്ങനെ ഒരു സംശയം തോന്നാൻ? നിനക്ക് ഹാർട്ട് വന്നത് ആരാണെന്ന് ആശുപത്രിയിൽ അന്വേഷിച്ചപ്പോൾ അത് നാദി തന്നെയാണെന്ന് അറിയാൻ കഴിയും. നാദിയ ബ്രെയിനത്തിലേക്ക് പോകുമെന്ന് ഡോക്ടർ ഉറപ്പിച്ചപ്പോൾ നാദിയുടെ അവസാന ആഗ്രഹമായിരുന്നു അവളുടെ ഹൃദയം നിനക്ക് നൽകണമെന്ന്. സാധാരണ ഈ ഡീറ്റെയിൽസ് ഒന്നും ആശുപത്രി പുറത്തു പറയാറില്ല. പിന്നെ കുറച്ച് പരിശ്രമിച്ചതിന് ഫലമായിട്ടാണ് ഇത് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ നാദിയ നിന്നോട് പറഞ്ഞതെല്ലാം സത്യമായിരിക്കും. ഹോസ്പിറ്റലിൽ ഇത് അന്വേഷിച്ച പോലെ ഇക്കാര്യം നമുക്ക് വേറെ എവിടെയും പോയി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല പറഞ്ഞ, ഒരു മനുഷ്യജീവൻ ബലി കൊടുത്താൽ മാത്രമല്ലേ പ്രാണ മനുഷ്യരിൽ നിന്ന് ആത്മാക്കൾ ഒഴിപ്പിക്കൂ. അങ്ങനെയല്ലേ ജെയിംസ് അത് പറഞ്ഞേ? അതെ, എൻ്റെ ഒരു തോന്നലിൽ മാത്രമാണ് അത് അവൾ എന്നതുപോലെ വന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അവൾ ഹൃദയത്തിലൂടെ അവളുടെ ജീവൻ നൽകിയിട്ട് പോയത് എനിക്കല്ലേ. അവൾ മരിക്കാൻ ശ്രമിക്കുന്നത് കയ്യിൽ 6 എഴുതി മുറിച്ചിട്ടാണെങ്കിലും അവളുടെ മരണകാരണം ഹോസ്പിറ്റലിൽ വെച്ച് നീ ഹൃദയം നൽകിയതാവില്ലേ? അപ്പോൾ മനസ്സിലായില്ലേ? ആദ്യം ജീവൻ നൽകിയിട്ട് പോയത് റാണയ്ക്കല്ല, എനിക്കാണ്. അങ്ങനെ ആവാലോ. ഹലോ, ആണോ? ഓക്കെ, താങ്ക് യു. നിന്റെ വീടിൻ്റെ കാര്യം ശരിയായിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്താ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ജെയിംസ് സാർ. ഹലോ. ആ ആ ആ ശരി സാർ. ആ ഓക്കെ. എന്താ പറഞ്ഞേ? സാർ നാളെ യൂഎസിലോട്ട് പോവാം. പിന്നെ സാറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നമ്പർ അയച്ചേക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആ നമ്പർ അയച്ചിട്ടുണ്ട്. ബെർണാഡ്. തന്റെ കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ജെയിംസ് പറഞ്ഞതുകൊണ്ട് അതിന്റെ പൊരുളൊന്ന് അന്വേഷിക്കാമെന്ന് വെച്ചു. കേട്ടിടത്തോളം ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് കേസ്. റാണ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ മറഞ്ഞുപോയ ഒരു പേര്. അതിനെക്കുറിച്ച് താൻ അന്വേഷിച്ചു എന്നറിഞ്ഞപ്പോ ഐ എം വണ്ടേർഡ്. താൻ പറഞ്ഞു വരുന്നത് നാദിയ ജീവൻ നൽകിയിരിക്കുന്നത് റാണയ്ക്കല്ല തനിക്കെന്നാണ്. അതാണോ അല്ലയോ എന്ന് അറിയണം അല്ലേ? നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാം. വേറെന്തെങ്കിലും അറിയാനുണ്ടോ? ഉണ്ട്. ഞാനൊരിക്കൽ ജെയിംസ് സാറിനോട് ചോദിച്ചതാ. എന്നാലും ഒരു ഉറപ്പിന് വേണ്ടി സാറിനോട് കൂടെ ചോദിക്കൂ. എന്താണ് പ്രാണ?
രാഹുൽ, 1896 ഇസ്രായേലില് ദി ഡാർക്ക് ബർത്ത് ഓഫ് ഈവിൾസ് എന്ന പുസ്തകത്തിൽ ഇതിനെപ്പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒഴിഞ്ഞു പോകാത്ത ദുരാത്മാക്കളെ എന്നേക്കുമായി ഒഴിപ്പിക്കുന്ന ഒരു പ്രപഞ്ചശക്തിയെപ്പറ്റി. സാർ അതൊക്കെ ഉള്ളതാണോ? ഇന്നീ കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കൂ? എന്താ സംശയം? ഈ ഭൂമിയിൽ തെളിയിക്കപ്പെട്ടതും തെളിയിക്കപ്പെടാത്തതുമായ ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്. അതിന്റെ കൂടെ ഇത് ഉൾപ്പെടും. സാർ കുറച്ച് വെള്ളം കിട്ടും? ഞാൻ വരട്ടെ. ആ രാഹുൽ, എനിക്ക് രേവതി ഒന്ന് കാണും. അതിനെന്താ, പറഞ്ഞാൽ മതി. ആ സാറ് പറഞ്ഞില്ലേ റാണയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ള എന്തോ ഒരു ബുക്കുണ്ടെന്ന്? അതുപോലെ ഇത് ഇപ്പോഴും ഉണ്ടോ? ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ അതിന്റെ ഉള്ളടക്കത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമുള്ളൂ. ബിക്കോസ് അത് സൂക്ഷിച്ചിരുന്ന ഗ്രന്ഥശാലകൾ മണ്ണോടണിഞ്ഞിട്ട് പതിറ്റാണ്ടുകളായി. രേവതി എവിടെ? റൂമിലാണ്. സാറ് വാ. ചേച്ചി, ഇതാണ് ഞാൻ പറഞ്ഞ ബെർണാഡ് സാറ്. അദ്ദേഹം ചേച്ചി ഒന്ന് കാണാവുന്നതാ. ഹലോ രേവതി. ഹലോ. രാഹുൽ ഒന്ന് പുറത്തേക്ക് വന്നോളൂ. ഞാൻ രേവതിയോട് പേഴ്സണലായിട്ട് ഒന്ന് സംസാരിക്കട്ടെ. എന്തായി സാർ? ചേച്ചിയോട് സംസാരിച്ചിട്ട് എന്ത് തോന്നി? ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ക്ഷമയോടെ കേൾക്കണം. എന്താ സാർ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് രേവതിയിൽ നിന്നും ആത്മാവ് വിട്ടുപോയിട്ടില്ല. ഇരിക്കൂ. ഇപ്പൊ എങ്ങനെയുണ്ട് രേവതി? എന്താ ഒന്നും പറയാത്തത്? ഞാൻ രേവതിയോടാ ചോദിച്ചത്. എങ്ങനെയുണ്ടെങ്കിലും നിനക്കെന്താ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീയൊക്കെ കൂടി എന്നെ എന്റെ മോളുടെ അടുത്തുനിന്ന് ഒഴിപ്പിക്കാൻ വന്നതാണല്ലേ? ആരൊക്കെ ഇനി എന്തിനൊക്കെ ശ്രമിച്ചാലും ഞാൻ എന്റെ മോളെ തനിച്ചാക്കി പോവില്ലടാ. അവളെയും കൊണ്ട് ഞാൻ പോയിരിക്കും. നിനക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റൂ അതൊക്കെ നീ ചെയ്യും. ഇപ്പൊ ഈ മുറിയിൽ നിന്നിറങ്ങ്. അമ്മയുടെ ആത്മാവ് വിട്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞ അപ്പോൾ അന്ന് ചേച്ചിയുടെ കയ്യിൽ
ആറെന്ന് പച്ച കുത്തിയതായിട്ട് കണ്ടതോ? കഴിവതും വേഗത്തിൽ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് ആത്മാക്കൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ രേവതിയെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൊലപ്പെടുത്താൻ അത് ശ്രമിക്കും. നീ കരുതിയിരിക്കണം. രാഹുൽ, രേവതി ഇതിനു മുമ്പേ സ്ലീപ്പിംഗ് പിൽസ് യൂസ് ചെയ്തിട്ടുണ്ടോ? മുൻപൊരിക്കൽ ഡോക്ടർ എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്താന്നാ പറഞ്ഞേ. എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ. എന്താ സാർ? ഇതെനിക്ക് രേവതിയുടെ മുറിയിൽ നിന്ന് കിട്ടിയതാണ്. രാഹുൽ ഒരിക്കൽ പറഞ്ഞില്ലേ ആ സമയത്ത് ഗ്ലാസ്സിലെ വെള്ളത്തിൽ സ്പൂണിട്ട് ഇളക്കിക്കൊണ്ടിരുന്നുവെന്ന്? അത് ചിലപ്പോ ഇത് കലക്കി അവളെ കൊണ്ട് തന്നെ കുടിപ്പിക്കാനുള്ള നീക്കമായിരിക്കാം. ഇനിയും ഇതുപോലുള്ള സൂയിസൈഡ് അറ്റംപ്റ്റുകൾ നടന്നു വരാം. ചേച്ചി എന്ത് ഭാവിച്ച? ചെല്ലേ റൂമിലേക്കല്ലേ. ചെവി കിട്ടൂടെ? എന്താണ് കാണിച്ചത്? നീ ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും ഞാൻ എൻ്റെ മോളെ കൊണ്ടേ പോകും. അതിനുള്ള ഒരവസരവും ഞാൻ പാഴാക്കില്ല. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ എൻ്റെ മോൾ ഈ ലോകത്ത് ജീവിക്കൂ. അത് കഴിഞ്ഞാൽ ഞാനും എൻ്റെ മോളും മറ്റൊരു ലോകത്തുണ്ടാവും. ഒരാളെയും പേടിക്കേണ്ടാത്ത സുരക്ഷിതമായൊരു ലോകത്ത്. മനുഷ്യൻ്റെ ജനനവും മരണവും എല്ലാം ദൈവം നിശ്ചയിക്കുന്നതാണ്. ദൈവത്തിനല്ലാതെ അതെടുക്കാൻ ആർക്കും അവകാശമില്ല. അതുകൊണ്ട് ചേച്ചിയെ ഉപദ്രവിക്കരുത്. ചേച്ചിയെ വിട്ടു പോകാം. ഇല്ല, ഞാൻ പോവില്ല. ഞാൻ ഇതെന്റെ മോൾ കൊടുത്ത വാക്കാണ്. അവളെ ഈ ലോകത്ത് നിന്ന് ഞാൻ രക്ഷിക്കുമെന്ന്. ആ വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. കാരണം ഒരാണിനെയും എനിക്ക് വിശ്വാസമില്ല, നിന്നെ പോലും. എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നേ പറയാനുള്ളൂ, ചേച്ചിയെ വിട്ടു പോകണം. ഇല്ല, ഞാൻ പോവില്ല. പോയേ പറ്റൂ. ഇല്ലെന്നല്ലേ പറഞ്ഞത്? ചേച്ചിയുടെ വയറ്റിൽ പറയേണ്ട കുഞ്ഞിനെ ഓർത്തെങ്കിലും പോയേ പറ്റൂ. ഒരു കാര്യം കൂടി നീ പേടിക്കണ്ട. മുന്നേ ഇതുപോലുള്ള അറ്റംപ്റ്റിൽ നിന്ന് രേവതിയെ രക്ഷിച്ചത് നിന്നുള്ളിലുള്ള നാദിയുടെ പ്രസൻസ് ആണ്. ആ പ്രസൻസ് ഉള്ളിടത്തോളം ഇതുപോലുള്ള അപകടഘട്ടങ്ങളിൽ നിന്നെ കൃത്യസമയത്ത് രേവതിയുടെ അടുത്ത് എത്തിക്കും. സാർ, ഇതെന്താണ് ഇനി ഒരു സൊല്യൂഷൻ? നീ എന്തായാലും നാളെ ഓഫീസിലേക്ക് വാ. ഇപ്പൊ ഞാൻ ഇറങ്ങാണ്. കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണല്ലോ. ഈ ഒരു അവസ്ഥയിൽ രവി പ്രഗ്നന്റ് കൂടിയാണെങ്കിൽ എപ്പോഴാണ് ഇത് അറിഞ്ഞത്? അന്ന് എൻ്റെ ഫ്രണ്ട് സ്റ്റീഫൻ പറഞ്ഞ പ്രകാരം ചേച്ചിയും കൂട്ടി ജെയിംസാനെ കാണാൻ പോകുന്ന ഒരു ദിവസമായിരുന്നു. ചേച്ചി വാ, എണീറ്റ് റെഡിയാവ്, നമുക്കൊരിടം വരെ പോവാം. അത് കഴിഞ്ഞാണ് ഒരു ഹാലുസിനേഷൻ പോലെ അങ്ങനെ എല്ലാം സംഭവിച്ചത്. പിന്നീട് ചേച്ചി, ചേച്ചിയുടെ കയ്യിലെന്താ? കയ്യിലോ? അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ പോയി ജെയിംസ് സാറിനെ വിളിച്ച് സംസാരിച്ച ശേഷം തിരിച്ചു വന്നപ്പോൾ കണ്ടത് ചേച്ചിയുടെ അഴയ്ക്ക് താഴോട്ട് ആകെ രക്തം വാർന്ന് കിടക്കുന്നതായിരുന്നു. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോഴായിരുന്നു അറിഞ്ഞത് ചേച്ചി 3 മാസം പ്രഗ്നൻ്റ് ആണെന്ന്. ചേച്ചിക്ക് മുൻപൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അന്നുണ്ടായ ബ്ലീഡിങ്? അത് ഒരു അബോർഷൻ സംഭവിക്കേണ്ടതായിരുന്നു. പിന്നെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ രേവതിയുടെ ഹസ്ബൻഡ് ഇതറിഞ്ഞോ? ആ, ജിതിനേട്ടനെല്ലാം അറിയാം. കല്യാണം കഴിഞ്ഞ് 6 മാസത്തോളം നാട്ടിലുണ്ടായിരുന്നു. വിസ ശരിയായി ദുബായി പോയിട്ട് ഇപ്പോൾ ഒരു 3 മാസം ആവുന്നേ ഉള്ളൂ. പെട്ടെന്ന് ലീവ് കിട്ടില്ല. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ? ഈ ഒരു അവസ്ഥയിൽ നീയും കൂടെ ഇങ്ങനെ ഡൗൺ ആയാൽ എങ്ങനെയാ? ഒന്ന് ബോൾഡ് ആവുക.
അതേടാ, നീ തളരരുത്. രേവതിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. എങ്ങനെ ബോൾഡാകണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ എൻ്റെ ചേച്ചീനെ കൂടി എനിക്ക് നഷ്ടമാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അമ്മയുടെ ആത്മാവ് വിട്ടുപോയിട്ടില്ലാന്ന് സാറ് പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ആ രാത്രി നേരിട്ട് അനുഭവം ഉണ്ടായപ്പോൾ അതും ബോധ്യായി. എന്നാൽ ഞാൻ ഇറങ്ങാടാ, അധികം വൈകാൻ പറ്റില്ല. എന്താടാ? ഓക്കേടാ, ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. രണ്ട് ദിവസം കഴിഞ്ഞാണ് അമാവാസി. ജൂലൈ 20. ഇന്നലെ കലണ്ടർ നോക്കിയപ്പോഴാണ് കണ്ടത്. അതെ, അതിപ്പം പറയാനുള്ള കാരണം? ഇന്ന് അമാവാസി, കർക്കിടക വാവ്. ആ പറഞ്ഞത് ഏത് ദിവസമാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അത് ജൂലൈ 14 തോന്നുന്നു. സ്റ്റീഫൻ പറഞ്ഞതനുസരിച്ച് ജെയിംസ് സാറിനെ കാണാൻ അപ്പോയിൻമെൻറ്റ് ശരിയായ ദിവസം. അതെ, ജൂലൈ 14 ഉറപ്പാ. ഒരു പക്ഷേ അത് അമാവാസിക്കുള്ളിൽ ആത്മാവിനെ ഒഴിപ്പിച്ചിരിക്കും എന്നുള്ളതിന് സൂചന തന്നതാവും. അതൊരു ഹാലുസിനേഷൻ ആയതുകൊണ്ടാണ് നിനക്കത് അങ്ങനെ പറയും പോലെ തോന്നിയിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ചേച്ചിയുടെ കയ്യിൽ 6 പച്ച കുത്തിയതായിട്ട് കണ്ടതോ? അത് വെറും ഒരു ഇലൂഷനാണ് രാഹുൽ. ആ ഹാലുസിനേഷന്റെ ആഫ്റ്റർ എഫക്റ്റിൽ നിന്റെ കണ്ണിലുണ്ടായ ഇലൂഷൻ. ശരിക്കും രവിയുടെ കയ്യിൽ അത് വന്നിട്ടില്ല. പിന്നെ നീ എന്നെ ആദ്യം കാണാൻ വന്നപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവും നിനക്ക് കിട്ടും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നാദിയ ബ്രെയിൻ ഡെത്തിലേക്ക് പോകുമെന്ന് ഡോക്ടർ ഉറപ്പിച്ചപ്പോൾ അപ്പോൾ നാദിയ ബ്രെയിൻ ഡെത്ത് ആയതിനു ശേഷമാണ് ഹൃദയം മാറ്റിവെച്ചത്. പക്ഷേ അവളെ അതിലേക്ക് നയിച്ചത് കൈമുറിച്ച് രക്തം വാർന്നിട്ട്. നീ പറയും പോലെ ചിന്തിച്ചാൽ ഇമോഷണലി ഇറ്റ്സ് പോസിബിൾ, ബട്ട് മെഡിക്കലി ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പോൾ അന്ന് ചേച്ചിയിൽ സംഭവിച്ചതോ? അതോ? അതോ? അത് അമാവാസിക്കുള്ളിൽ ആത്മാവിനെ ഒഴിപ്പിക്കാനുള്ള റാണയുടെ ആദ്യ ശ്രമമായിരുന്നു. പക്ഷെ അതെങ്ങനെയോ പരാജയപ്പെട്ടു. ഇനി ഒരു ശ്രമമേ ഉള്ളൂ, ഒരേ ഒരു ശ്രമം. എന്തുകൊണ്ട് ആദ്യ ശ്രമം പരാജയപ്പെട്ടെ?
എന്താ സാർ? എന്താ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞേ? രാഹുൽ, ഞാൻ വരാൻ പറഞ്ഞത് ഇനിയാണ് ക്ലൈമാക്സ്. തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി റാണയ്ക്ക് ഒരു ശരീരം ആവശ്യമാണ്. ജീവൻ ബലിയർപ്പിച്ചവരുടെ ശരീരമാണ് റാണ ഇതിനുപയോഗിക്കുക. ദേവതയുടെ കാര്യത്തിൽ റാണ തിരഞ്ഞെടുത്തിരിക്കുന്നത് നാദിയയുടെ ശരീരമാണ്. നാദിയ, ആദ്യ ശ്രമത്തിൽ റാണയ്ക്ക് ആത്മാവിനെ ഒഴിപ്പിക്കാൻ കഴിയാതെ പോയത് നിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നുണ്ടാണ്. ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ സംഭവിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. പക്ഷേ എനിക്ക് അവനെ വിട്ടുപിരിയാൻ സാധിക്കും. പോയേ പറ്റൂ നാദിയ, അല്ലെങ്കിൽ നീ ഇത്രയും ത്യാഗം ചെയ്തതിന് ഒരു പ്രയോജനവും ഇല്ലാതെ പോകും. ജീവൻ ബലി നൽകിയതിനു ശേഷവും അവരുടെ ആത്മാവ് ഭൂമിയിൽ തുടർന്നാൽ അത് റാണയ്ക്ക് തടസ്സമുണ്ടാക്കും. അമാവാസിക്കുള്ളിൽ റാണ രണ്ടാം ശ്രമം കൂടി നടത്തും. അത് നീ കാരണം ഇനി പരാജയപ്പെടാൻ പാടില്ല. അതിന് നീ ഭൂമിയിൽ തുടരരുത്. എനിക്ക് മനസ്സിലാവും, പക്ഷെ വേറൊരു വഴിയും നമ്മുടെ മുന്നിലില്ല. നിന്റെ ഹൃദയം അവന് നൽകിയതോടുകൂടി അവന്റെ ജീവന്റെ ഭാഗമാവാൻ നിനക്ക് കഴിഞ്ഞു. എന്നാൽ ആ കാരണത്താൽ നീ അവന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് ദോഷം ചെയ്യും. ഒരു കാരണവശാലും നീ അവന്റെ കൂടെ ഉണ്ടാവരുത്, ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് അവള് പോയോ? അതറിയാൻ ഒരു ചോദ്യമേ ചോദിക്കേണ്ടി വന്നുള്ളൂ. എന്ത് ചോദ്യം? ഒന്ന് ചോദിച്ചോട്ടെ, എന്താണ് റാണ? പണ്ടൊരിക്കൽ ഒരു കൊച്ചു മുസ്ലിം പയ്യനുണ്ടായിരുന്നു. അവനാകെ ഉണ്ടായിരുന്നത് അവൻ്റെ ഉമ്മയും സഹോദരിയും മാത്രമായിരുന്നു. അവരായിരുന്നു അവൻ്റെ ലോകം. ഒരിക്കൽ അവൻ്റെ ഉമ്മയ്ക്ക് വിട്ടുമാറാത്തൊരു അസുഖം വന്നു. കുറേ പേരെ കാണിച്ചു, പക്ഷെ ആർക്കും ആ അസുഖം എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഒടുക്കം ഒരാൾ കണ്ടെത്തി അവൻ്റെ ഉമ്മയ്ക്കൊരു അസുഖമല്ലായിരുന്നെന്നും അതൊരു ആത്മാവ് കൂടിയതായിരുന്നെന്നും. ഒരിക്കലും ഒഴിഞ്ഞു പോകാത്തൊരാത്മാവ്. ഇനി ഒഴിപ്പിച്ചാലും അവൻ്റെ ഉമ്മാൻ്റെ ജീവനും കൊണ്ട് മാത്രമേ അത് പോകൂ. ഇതിനൊരു പരിഹാരം അവൻ കുറേ അന്വേഷിച്ചു. എന്നാലും ഫലമുണ്ടായില്ല. എല്ലാവരും കൈയൊഴിഞ്ഞു. പക്ഷെ അവസാനം ഒരാൾ അതിനൊരു പരിഹാരം കണ്ടെത്തി. മനുഷ്യൻ്റെ ആത്മാവിനെ ഒരു പ്രപഞ്ച ശക്തിയാക്കി മാറ്റി അവൻ്റെ ഉമ്മയെ അതുകൊണ്ട് രക്ഷിക്കാമെന്നും. എന്നാൽ അതിനൊരു മനുഷ്യജീവൻ ബലി നൽകണമായിരുന്നു. ഇതിനാരും തയ്യാറാകാത്തതുകൊണ്ട് അവൻ തന്നെ അവൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി അതിനെ സമ്മതിച്ചു. കഠിനമായ പൂജകൾക്കും പ്രയത്നങ്ങൾക്കും ഒടുവിൽ അവരവൻ്റെ ആത്മാവിൽ നിന്നും ആ പ്രപഞ്ച ശക്തിക്ക് രൂപം നൽകി. അങ്ങനെ ആ ശക്തിയെ അവർ അവൻ്റെ പേരിട്ട് വിളിച്ചു. ഇതെന്നോട് പറഞ്ഞത് നാദിയല്ല. ടെൽ മീ, ഹൂ ആർ യു? അപ്പോൾ അവള് പോയല്ലേ? പോയി. ഈ ഒരു രീതിയിലും അവൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. സാറേ, എനിക്ക് അവളുടെ കവറൊന്ന് കാണാൻ പറ്റുമോ? ഇത് നാദിയയാണോ എന്നൊരു തോന്നൽ അവനിപ്പോ ഉണ്ടാവും. അവൾ പോയി എന്ന് പറഞ്ഞിട്ടും അവൻ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. എന്നാൽ അവന്റെ വിശ്വാസമാണ് സത്യം. അവൾ ഒരിക്കലും അങ്ങനെ പോവില്ല. അവനും അവന്റെ കുടുംബത്തിനും ഒരു കാവലായി അവൾ ഉണ്ടാവും. ഇപ്പോൾ അവൾ പോയിരിക്കുന്നത് അവന് വേണ്ടിയാണ്. അവന് വേണ്ടി തന്നെ അവൾ ഇനിയും വരും. നാദിയ തിരിച്ചു വരിക തന്നെ ചെയ്യും.
എന്നാൽ ഇതിനൊക്കെ ഇപ്പോൾ നിമിത്തമായിരിക്കുന്നത് ഒരാൾ മാത്രമാണ്. Tell me, Who? Who are you?